ഇതാരാ? ഞാൻ തന്നെ. അന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു. പാർട്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്മ കാറെടുത്ത് പുറത്തുപോയി. എന്തോ മീറ്റിംഗോ മറ്റോ ആണെന്ന് പറഞ്ഞു. വളരെ വൈകിട്ടാണ് തിരിച്ചു വന്നത്. പ്രദീപ്, നീ ഉറങ്ങിയില്ലേ? ഇല്ല. മോൻ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ് ഡാഡി. ഗുഡ് നൈറ്റ്. തിരിച്ചു വന്നതിന് ശേഷം അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക്, ഭയങ്കര വഴക്ക്. എനിക്ക് പേടിയായി. ഇന്നെങ്കിലും നിനക്ക് ഈ മംഗളാസമാജം പരിപാടി ഒഴിവാക്കാമായിരുന്നു. അതിനിപ്പോഴെന്തു പറ്റി? പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. ഏതായാലും ഈ അഴിഞ്ഞാട്ടം കുറെ കൂടുന്നുണ്ട്. അഴിഞ്ഞാട്ടോ? ഛേ, നാണല്ലല്ലോ ഇങ്ങനെയൊക്കെ പറയാൻ. നാണവും മാനവും ഒക്കെ കുറച്ച് ബാക്കി നിൽക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. എനിക്ക് നാലാളുടെ മുമ്പിൽ ഇറങ്ങി നടക്കേണ്ടതാ. ലുക്ക്, ലക്ഷങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാനൊരു നല്ല തറവാട്ടിൽ ജനിച്ചതാണ്, വളർന്നതാണ്. അത് പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അല്ലെങ്കിലും എന്നെ എന്നും സംശയമായിരുന്നല്ലോ. ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലോ. സംശയിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടായിരിക്കും. തക്കതായ കാരണം? ഇതുവരെ കേട്ടുമടുത്ത കാരണമല്ലേ? അതോ പുതിയത് വല്ലതും കണ്ടുപിടിച്ചിട്ടുണ്ടോ? മാലതി, ആത്മവിശ്വാസം കുറഞ്ഞവർക്ക് മറ്റുള്ളവരിലും വിശ്വാസം കുറയും. മാലതി, will you please shut up? You shut up. You started it. You slapped me. You Stop it. Daddy. പോടാ, പോയി കിടന്നുറങ്ങ്. Shame on you. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ അവരങ്ങനെയായിരുന്നു. കീരിയും പാമ്പും പോലെ അന്നൊന്നും കുറ്റപ്പെടുത്താതെ ഒരിക്കലെങ്കിലും അവർ സംസാരിച്ച് കേട്ടത് എനിക്ക് ഓർമ്മയില്ല. അതിനിടയിൽ കിടന്ന് വീർപ്പ് മുട്ടിക്കൊണ്ടിരുന്ന എന്നെ രക്ഷിക്കാനായിരിക്കും ഒരുപക്ഷെ അച്ഛനെ ബോർഡിങ്ങിൽ ചേർത്തത്. ഇനി ഒരുപാട് ദൂരമുണ്ടോ അച്ഛാ? വലിയ സ്കൂളായിരിക്കും അച്ഛാ അത്? എന്താ സ്കൂളിന്റെ പേര്? ഞാൻ മറന്നുപോയി. വാലി ഹിൽ ബോർഡിംഗ് സ്കൂൾ. വാലി ഹിൽ ബോർഡിംഗ് സ്കൂൾ. വാലി ഹിൽ ബോർഡിംഗ് സ്കൂൾ. വാലി ഹിൽ ബോർഡിംഗ് സ്കൂൾ. ഒരു രാത്രി വാർഡൻ വന്ന് എച്ചം വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോ ഇളയച്ചൻ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഉച്ചയ്ക്കാ വീട്ടിലെത്തിയത്. അച്ഛനെ ഒരു വെള്ളത്തുണി കൊണ്ട് മൂടി നിലത്ത് കിടത്തിയിരുന്നു. എനിക്കാദ്യം ഒന്നും മനസ്സിലായില്ല. പിന്നെ എല്ലാം ഇളയച്ചൻ പറഞ്ഞു തന്നു. അന്നു മുതൽ എന്റെ കാര്യങ്ങളെല്ലാം ഇളയച്ചനാ നോക്കുന്നത്. എവിടെ പ്രദീപിന്റെ ഇളയച്ചൻ? ഇവിടെ അടുത്ത് തന്നെയാ. ഇളയച്ചൻ സെൻട്രൽ ബ്യൂറോ ഓഫ് ബൊട്ടാനിക്കൽ റിസർച്ചിലെ റിസർച്ച് ഓഫീസറാ. പിന്നെന്താ പ്രദീപ് ഹോസ്റ്റലിൽ താമസിക്കുന്നത്? ഇളയച്ചന്റെ കൂടെ താമസിച്ചൂടെ? ഇളയച്ചൻ ഒറ്റയ്ക്കാ, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഒരു ദിവസം നമുക്കവിടെ പോവാം. എന്റെ അമ്മ ഹോസ്പിറ്റലിൽ വെച്ചാ മരിച്ചത്. ബോംബെയിലെ ജസ്ലോക് ഹോസ്പിറ്റൽ. ക്യാൻസർ ആയിരുന്നു. അമ്മ പോയതോടെ ഞാൻ ഒറ്റയ്ക്കായി. ഞാൻ എന്നും ഒറ്റയ്ക്കായിരുന്നു. വാടും വഴക്ക് പറയൂ? ഏയ് പോട്ടെ. ബൈ.
പോണില്ലേ? ആദ്യം പ്രദീപ് പോണത് എനിക്ക് കാണണം. ആദ്യം ഡേസി പോകൂ. ഡേസി പോണത് എനിക്കും കാണണം. എന്നാ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാം. ശരി. എന്താ? എന്താ? ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഞാനൊരു കാര്യം തരാൻ മറന്നു. എന്ത്? ആദ്യം ഡേസി പറയൂ, പറഞ്ഞാ തരാം. രാത്രി ഇതാ അവിടെ ഒരു നക്ഷത്രം ഉദിക്കും. രാത്രി കൃത്യം 9 മണിക്ക് ഞാൻ എന്റെ ജനലിൽ കൂടി ആ നക്ഷത്രത്തെ നോക്കി നിൽക്കും. അതെന്തിനാ? പറയണ കേൾക്ക് ചെറുക്സേ, ഇങ്ങനൊരു ബുദ്ധൂസ്. രാത്രി കൃത്യം 9 മണിക്ക് പ്രദീപും ആ നക്ഷത്രത്തെ നോക്കണം. അപ്പൊ ഞാൻ പ്രദീപിനെയും പ്രദീപ് എന്നെയും ഓർത്ത് ഒരേ സമയത്ത് ഒരേ നക്ഷത്രത്തെ നോക്കി നിൽക്കും. അത് രസമായിരിക്കും. ആ, ഇനി എനിക്കെന്താ തരാൻ മറന്നത്? തരും. ഇത് ശരിയാവെന്ന് തോന്നില്ല രവി. ഏത്? നമ്മുടെ വിവാഹം. മാലതി വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നു. കുറച്ച് റെസ്റ്റ് എടുക്കൂ. അതല്ല രവി, പ്രദീപിനെ കണ്ടതിന് ശേഷം വളരെ ആലോചിച്ചിട്ടാണ് ഞാൻ ഈ തീരുമാനത്തിലെത്തിയത്. ഐ ജസ്റ്റ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. പ്രദീപും നമ്മുടെ വിവാഹമായിട്ട് എന്ത് ബന്ധം? ഞാനൊരു അമ്മയും കൂടിയാണ് രവി. അവനൊരു ചെറിയ കുട്ടിയായിരുന്നെങ്കിൽ ഒന്നും പറയേണ്ടി വരില്ലായിരുന്നു. മുതിർന്നവനായിരുന്നെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കാമായിരുന്നു. പക്ഷെ അവനിപ്പോ രണ്ടുമല്ലാത്തൊരു പ്രായത്തിലാണ്. ഈ പ്രായത്തിൽ അവന്റെ അച്ഛൻ, ഇനി അമ്മയും കൂടി അവന് നഷ്ടപ്പെട്ടാൽ So we will still be friends, Ravi. is that your final? I understand. എന്തെങ്കിലും ആവശ്യം വന്നാൽ എപ്പോഴായാലും ഞാനുണ്ട്. എന്താ? മിസ്റ്റർ രവി പോയി സ്റ്റേറ്റ്സിലേക്ക്. എനിക്ക് മോനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ മനസ്സ് വന്നില്ല മോനെ. അതിന് ഞാനെന്ത് വേണം? നമുക്ക് നാട്ടിലേക്ക് പോവാം മോനെ. അവിടെ അമ്മയുടെ പഴയ വീട് ഇപ്പോഴും ഉണ്ട്. ഞാനില്ല. നീയല്ലാതെ അമ്മയ്ക്കിപ്പോ വേറെ ആരുമില്ല മോനെ, വേറെ ആരുമില്ല. നിന്റെ പ്രായത്തിൽ അമ്മയ്ക്ക് എല്ലാവരും ഉണ്ടായിരുന്നു, പിന്നെ ആരുമില്ലാണ്ടായി. ആരുമില്ലാണ്ട് ജീവിക്കാൻ അമ്മയ്ക്ക് വയ്യാതായി മോനെ. ഞാൻ വരില്ല എന്ന് പറഞ്ഞില്ലേ? മോനെങ്ങനെ പറയരുത്. നാട്ടിലിപ്പോ നല്ല സ്കൂളൊക്കെ ഉണ്ട്, നമുക്ക് പോവാം മോനെ. പൊയ്ക്കോ മര്യാദയ്ക്ക് ഇവിടുന്ന്. മേലാൽ ഇവിടെ വരരുത്. ഓ മരണം വന്നേ തീരൂ. നിന്നെ ഞാനല്ലടാ പെറ്റത്. നീ വന്നില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവില്ല. Get lost and leave me alone. മോനെ, Leave me alone. ആന്റി, ആന്റി, പ്രദീപ് റിയലി ഡസന്റ് മീൻ ഇറ്റ്. ആന്റി വിഷമിക്കാതെ. എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്.
രവി പോയി സ്റ്റേറ്റ്സിലേക്ക്. എനിക്ക് മോനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ മനസ്സ് വന്നില്ല മോനെ. Get lost and leave me alone. ഇളയച്ചനോ? ആ, അത്യാവശ്യമായി ഒരിടം വരെ പോകാനുണ്ട്. എവിടേക്കാ? നിന്റെ അമ്മ ഹോസ്പിറ്റലാണ്. ഞാൻ വരുന്നില്ല. പ്രദീപ്, ഈയിടെ ഇവിടെ വന്ന് അവരെന്ത് ബഹള കൂട്ടിയെന്നറിയോ ഇളയച്ചന്? നാട്ടിലേക്ക് പോകാന്നും പറഞ്ഞ് അയാൾ സ്റ്റേറ്റിലേക്ക് പോയത്ര. ഫ്രണ്ട്സിന്റെ ഒക്കെ മുമ്പിൽ വെച്ച് ഞാൻ നാണം കെട്ടു. അതൊന്നും ആലോചിക്കേണ്ട നേരമല്ലിത്. പ്രദീപ്, നീ വരൂ. ഞാൻ വരില്ല. പ്രദീപ്, എന്റെ വിരൽത്തുമ്പി പിടിച്ചു നടന്നാണ് നിന്റെ പ്രായം വരെ നിന്റെ അമ്മ വളർന്നത്. എനിക്ക് പോകാതിരിക്കാൻ വയ്യ. ഞാൻ അവരെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. എങ്കിൽ ഞാനിനി അങ്ങോട്ടും വരുന്നില്ല. അത് നിന്റെ ഇഷ്ടം. എന്തൊക്കെയായാലും മാലതി അവന്റെ അമ്മയല്ലേ. എനിക്ക് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഡേസി, ഒരു വിധവയായിട്ട് പുണ്യസ്ഥലങ്ങളിൽ കയറി ഇറങ്ങേണ്ട പ്രായമല്ല പ്രദീപിന്റെ അമ്മയ്ക്ക്. മാലതി ആ ബന്ധം വേണ്ടെന്ന് വെച്ചത് മകനെ ഓർത്ത് മാത്രമാണ്. ഇന്ന് ആ സ്ത്രീക്ക് ഇവനല്ലാതെ മറ്റാരുമില്ല. കുട്ടി അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കും. നീ പറഞ്ഞാൽ മാത്രമേ ഇന്ന് അവൻ കേൾക്കൂ. യു ആർ ദ ഓൺലി പേഴ്സൺ ഹു ക്യാൻ ഇൻഫ്ലുവൻസ് ഹിം. ഡേസി, പ്ലീസ്. പ്രദീപ് വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. വേണ്ട. എന്തായി പറയുന്നത്? അമ്മ ഇല്ലാത്തവർക്ക് അമ്മയുടെ വില അറിയൂ. എനിക്ക് പ്രദീപിന്റെ അമ്മയെ കാണണം. പാവം. പോകരുതെന്നല്ലേ പറഞ്ഞത്? എന്തായാലും പെറ്റമ്മയോട് സ്നേഹമില്ലാത്ത പ്രദീപിന് എന്നോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ ഞാനെങ്ങനെയാ അത് വിശ്വസിക്കുക? പ്രദീപിനെ ഓർത്താണ് അമ്മ രണ്ടാമത് മാരേജ് ചെയ്യാതിരുന്നത്. അറിയോ? പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരും. വെറുതെ ഒരു വാശികള്.